നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ട് ശരിക്കും നമ്മൾ പുറത്തു നിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കുന്ന അതേ രുചിയിൽ അറേബ്യൻ സ്റ്റൈലിലെ നല്ല ഷവർമയുടെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ കഴിഞ്ഞ ദിവസം കുബൂസിൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ബേസ് വെച്ചിട്ടാണ് നമ്മളിന്ന് ചെയ്തെടുക്കുന്നത്. ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കണിൽ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതെങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിലോട്ടേക്ക് ചിക്കൻ എടുക്കുമ്പോൾ ഒന്നുകിൽ എല്ലോട് കൂടിയോ എല്ലില്ലാത്ത ചിക്കനോ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. എല്ലില്ലാത്ത എടുക്കുന്നതാണ് ഒന്നുകൂടി നല്ലത്. ഇതിനകത്തോട്ടേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ മുഴുവനായിട്ട് തൈര് ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ഇതിനകത്തോട്ടേക്ക് ആവശ്യമായിട്ടുള്ള ചെറുനാരങ്ങയുടെ നീരാണ്, അത് 1 ടീസ്പൂൺ മുഴുവനായിട്ട് ചേർത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ച് വെച്ചിട്ടുള്ളത് 1 ടീസ്പൂൺ. അതുപോലെ തന്നെ മുളക് പൊടി 1.5 ടീസ്പൂണിനടുത്ത് 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം പൊടിച്ചിട്ടുള്ളത്, 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1 ടീസ്പൂൺ മുഴുവനായിട്ട് ഗരം മസാല പൗഡർ. ഇത്രയും ചേർത്തതിന് ശേഷം എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. ഇങ്ങനെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഈ ചിക്കൻ അറ്റ്ലീസ്റ്റ് 1/2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ. കൂടുതൽ സമയം ഉണ്ടെങ്കിൽ വെക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. ഞാനിപ്പോൾ 1/2 മണിക്കൂർ ഫ്രിഡ്ജിനകത്തോട്ടേക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. അതിന് ശേഷമാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ കറക്റ്റ് ഒരു 1/2 മണിക്കൂറിനടുത്തേ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി ചൂടായി വന്നിട്ടുള്ള എണ്ണയിലോട്ടേക്ക് ഏതെങ്കിലും ഒരു റിഫൈൻഡ് ഓയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. എണ്ണ നന്നായി ചൂടായി വന്നതിന് ശേഷം ആദ്യത്തെ 2 മിനിറ്റ് ചിക്കൻ ചേർത്ത് കൊടുത്തിട്ട് നല്ല തീയിലിട്ടിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം. പിന്നീട് തീ കുറച്ച് വെച്ചിട്ട് ഒരു സൈഡ് കുക്ക് ചെയ്തെടുക്കുക. പിന്നെ വീണ്ടും അടുത്ത സൈഡ് തിരിച്ചിട്ടതിന് ശേഷം 2 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിലിട്ട് ചൂടാക്കിയിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് മറ്റേ സൈഡും ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നല്ല രീതിയിലൊന്ന് പാകമായി വന്നിട്ടുണ്ട്. എണ്ണയിൽ നിന്ന് നമുക്ക് എടുത്ത് മാറ്റാം. ചൂടാറിയതിന് ശേഷം നിങ്ങളൊന്ന് മുറിച്ചെടുത്താൽ മതി. ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് വരുന്ന എത്ര സൈസിലാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് വളരെ ചെറിയ സൈസിൽ വേണമെങ്കിൽ അങ്ങനെയൊന്ന് മുറിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി തഹിനി പേസ്റ്റാണ് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു പാനിനകത്തോട്ടേക്ക് പാൻ ചൂടായി വന്നതിന് ശേഷം 1/4 കപ്പ് അളവിൽ വെള്ള എള്ളാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതൊന്ന് ചൂടാക്കി എടുക്കണം. ചെറുതായിട്ടൊന്ന് കളറ് മാറി വന്നാൽ മതി കേട്ടോ. അതായത് ഒന്ന് വറുത്ത് കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ ഇത് കണ്ടില്ലേ നല്ലൊരു പാകത്തിന് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു പ്ലേറ്റിനകത്തോട്ട് മാറ്റിയിട്ട് ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വെക്കണം. നല്ലതുപോലെ ചൂടാറി വന്നതിന് ശേഷം മിക്സിയുടെ ജാറിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ആദ്യം നമ്മൾ പൊടിക്കുന്ന സമയത്ത് ഇതുപോലൊരു ഫൈൻ പൗഡറായിട്ട് നമുക്ക് കിട്ടും. ഒന്നുകൂടി നമ്മൾ പൊടിച്ചെടുക്കുമ്പോഴത്തേക്കും ഇതിൽ നിന്നും എണ്ണ തെളിഞ്ഞ് വരുന്ന ഒരു പാകത്തിനായിട്ടുണ്ടാവും. ഈ ഒരു സമയത്ത് ഇതിനകത്തോട്ടേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് ഒലീവ് ഓയിലാണ്. ഒലീവ് ഓയിലിൻ്റെ അളവ് എന്ന് പറയുന്നത് 1 ടേബിൾ സ്പൂൺ അളവിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് അടിച്ചെടുക്കണം. നല്ലതുപോലെ അടിച്ചെടുത്തതിന് ശേഷം ഈ ഒരു പാകത്തിന് കിട്ടും. ഇനി നമുക്ക് പ്ലേറ്റിനകത്തോട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മളിതിൻ്റെ കൺസിസ്റ്റൻസി ഒലിവ് ഓയിൽ ഒഴിച്ചിട്ട് തന്നെയാണ് ഒന്ന് കൺസിസ്റ്റൻസി ലൂസ് ആകുന്നത്. അപ്പോൾ ഞാൻ ഏകദേശം 1 ടേബിൾ സ്പൂൺ 1.5 ടേബിൾ സ്പൂൺ അടുത്ത് വീണ്ടും ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഇത്തിരി ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. അപ്പോൾ കണ്ടില്ലേ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അറേബ്യൻ സ്റ്റൈലിലെ തഹിനി പേസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിനകത്ത് ഏറ്റവും ടേസ്റ്റ് കൊടുക്കുന്ന ഒരു കാര്യം കേട്ടോ. അപ്പോൾ ഇതൊന്ന് സ്കിപ്പ് ചെയ്യരുത്. അടുത്തതായിട്ട് നമ്മൾ സാധാരണ ഷവർമ കഴിക്കുമ്പോൾ അതിനകത്ത് ഉപ്പിലിട്ട കക്കിരിയും അതുപോലെ തന്നെ ക്യാരറ്റൊക്കെ ഇട്ടാറുണ്ട്. ഇനി നമ്മുടെ കയ്യിൽ അതില്ല എന്നാണെങ്കിൽ ഇതുപോലെ കക്കിരിയും ക്യാരറ്റൊക്കെ മുറിച്ചെടുത്തതിന് ശേഷം ഒരു ഇത്തിരി ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആദ്യം ഉപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പിന്നീട് നമ്മൾ ഇതിനകത്തോട്ടേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. വളരെ കുറച്ച് മതി കേട്ടോ. ഒരു 1/4 ടീസ്പൂണൊക്കെ തന്നെ ധാരാളമാണ്. ഇതിൻ്റെ കൂടെ മെയിനായിട്ട് നമ്മൾ വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂണോളം വിനാഗിരി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. സ്പൂൺ ഉപയോഗിച്ചിട്ടോ കൈ ഉപയോഗിച്ചിട്ടോ മിക്സ് ചെയ്തെടുക്കുക. അതായത് ഈ ക്യാരറ്റും കുക്കുംബറൊക്കെ ഈ വിനാഗിരിയും ഉപ്പൊക്കെ ആയിട്ടുള്ള ഒരു ടേസ്റ്റുമായിട്ട് നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടണം. നിങ്ങൾക്ക് സമയം ഉണ്ടെന്നാണെങ്കിൽ ചെറു ചൂടുവെള്ളത്തിൽ ഒഴിച്ച് വെച്ചിട്ട് കുറച്ച് സമയം വെക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലത്. അപ്പോൾ ആ ഒരു ടേസ്റ്റ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. ഇനി നമ്മുടെ ഷവർമയ്ക്ക് ഏറ്റവും ടേസ്റ്റ് കൊടുക്കുന്ന ഷവർമ സോസ് മിക്സാണ് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കുക്കുംബർ നല്ല പൊടിയായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ടേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണിനടുത്ത് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. അധികം പുളിയില്ലാത്ത തൈര് വേണം ഉപയോഗിക്കാൻ. ഒരു വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ നമ്മളിപ്പോൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള തഹിനി പേസ്റ്റിൽ നിന്നും ഞാനിപ്പോൾ 1 ടീസ്പൂൺ മുഴുവനായിട്ടേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ബാക്കി നമുക്ക് നോക്കിയിട്ട് ടേസ്റ്റ് നോക്കി അഡ്ജസ്റ്റ് ചെയ്തിട്ട് ലാസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഒരു ഇത്തിരി ഉപ്പ് എപ്പോഴും നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. കാരണം നമ്മൾ എല്ലാത്തിനകത്തും ആഡ് ചെയ്യുന്നതാണ്. കുറച്ച് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെയാണ് കുരുമുളക് പൊടിയുടെ അളവും നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. വളരെ കുറച്ച് മതി. 1 ടീസ്പൂൺ അളവിൽ നമ്മൾ ചെറുനാരങ്ങയുടെ നീര് കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 2-3 പുതിനയില മുറിച്ചിട്ട് അതുകൂടി ഇതിനകത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ ചേർത്തിട്ടില്ല.
ഞാനിപ്പോൾ ഇതിനകത്ത് കുറച്ചുകൂടി തൈരും അതുപോലെ തന്നെ നേരത്തെ നമ്മൾ ചേർത്തിട്ടുണ്ടത് 1 ടേബിൾ സ്പൂൺ തൈരും 1 ടീസ്പൂൺ നമ്മുടെ തഹിനി പേസ്റ്റുമാണ് ഞാനിപ്പോൾ ഒന്നുകൂടി അതേ അളവിൽ തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ് ശരിക്കും നമ്മൾ ആ പുറത്തുനിന്ന് കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് ശരിക്കും നമുക്ക് കറക്റ്റ് കിട്ടുന്നത് കേട്ടോ, ഈ ഒരു രീതിയിൽ നമ്മൾ തയ്യാറാക്കി എടുക്കുമ്പോൾ. അപ്പോൾ ഇതങ്ങോട്ട് മാറ്റി വെക്കാം. അടുത്തതായിട്ട് നമുക്ക് ഇതിനകത്തോട്ട് മയോണൈസ് വേണം. അപ്പോൾ മയോണൈസ് കൂടുതലായിട്ട് ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ഉപയോഗിക്കാം. ഞാൻ ജസ്റ്റ് ഒരു 2 ടേബിൾ സ്പൂൺ മയോണൈസും 1 ടീസ്പൂൺ അളവിൽ നമ്മുടെ ചില്ലി സോസുമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. മയോണൈസും ചില്ലി സോസും കൂടിയുള്ള മിക്സാണ് നല്ലൊരു ബേസിന് നല്ലൊരു ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ അതൊന്നും നമ്മൾ മിക്സാക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഒന്നുകിൽ ബട്ടർ പേപ്പർ എടുക്കാം, അതല്ലെങ്കിൽ അലുമിനിയം ഫോയിൽ എടുക്കാം, അതല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് എങ്ങനെയാണ് പ്ലേറ്റ് ഷവർമ ചെയ്യുന്നതെന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വേണമെങ്കിലും ചെയ്തെടുത്താൽ മതി. അപ്പോൾ കുബൂസ് വെച്ച് കൊടുത്തതിന് ശേഷം ഇതിനകത്തോട്ട് നമ്മൾ ആദ്യം നമ്മൾ മയോണൈസും അതുപോലെ തന്നെ ചില്ലിയും കൂടി മിക്സ് ചെയ്ത് ചില്ലി സോസും കൂടി മിക്സ് ചെയ്ത അതുണ്ടല്ലോ, അതാണ് ഇതിനകത്ത് നമ്മൾ ബേസിന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി കുറച്ച് ക്യാബേജ് അരിഞ്ഞെടുത്തിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം. ഒത്തിരി വേണ്ട കേട്ടോ, ക്യാബേജിൻ്റെ അളവ് ഒത്തിരി വേണ്ട, കുറച്ച് മതി. ഇനി ഇതിനകത്തോട്ടേക്ക് നമ്മൾ ആ വിനാഗിരിയിൽ ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ക്യാരറ്റും അതുപോലെ തന്നെ കുക്കുംബറും ചേർത്ത് കൊടുക്കാം. ഇത് നിങ്ങൾക്ക് കുറച്ച് അളവിൽ ചേർത്തിട്ട് ബാക്കി ഫ്രഷ് ആയിട്ടുള്ള കുക്കുംബറും ക്യാരറ്റും വേണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. ഇനി തക്കാളി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, വളരെ കുറച്ച് മാത്രം മതി തക്കാളി. അതുപോലെ സവാളയുടെ അളവ് പേരിന് മാത്രം വളരെ കുറച്ച് മാത്രം ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ആ ഒരു ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതുപോലെ ചേർത്ത് കൊടുക്കാം. എത്രയാണോ നിങ്ങൾക്ക് ആവശ്യം അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അതൊക്കെ ഓരോരുത്തരുടെ കണക്കിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാം. ഇനി നമ്മൾ ആ റെഡിയാക്കിയിട്ടുള്ള നമ്മുടെ ഷവർമ സോസ്, ശരിക്കും നമ്മൾ തഹിനി പേസ്റ്റൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു മിക്സ്, അത് അത്യാവശ്യം നന്നായിട്ട് തന്നെ നമ്മുടെ ചിക്കൻ്റെ മുകൾ ഭാഗത്തോടു കൂടി അങ്ങ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നന്നായിട്ട് തന്നെ ഞാനൊന്ന് കവർ ചെയ്യുന്ന രീതിയിൽ തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് ഇതിന് ശരിക്കും ആ ഒരു ഞാൻ പറഞ്ഞല്ലോ നേരത്തെ നല്ല ടേസ്റ്റ് കൊടുക്കുന്ന ഇതാണ്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്യാതെ ചില്ലി സോസ് ഒന്നും മിക്സ് ചെയ്യാതെ പ്ലെയിൻ ആയിട്ടുള്ള മയോണൈസ് കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൂടി ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് ഫോൾഡ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഞാനൊന്ന് റോൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. ജസ്റ്റ് 2 സൈഡിലോട്ടേക്കൊന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ബട്ടർ പേപ്പർ ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തെടുത്തതിന് ശേഷം ആ ബാക്കി വരുന്ന പിറകിൽ വരുന്ന ഭാഗം ഉണ്ടല്ലോ, അത് ഇതുപോലെ ഉൾഭാഗത്തോട്ടേക്ക് വരുന്ന രീതിയിൽ ഒന്ന് പ്രസ് ചെയ്ത് ഉള്ളിലോട്ടേക്ക് ഒന്ന് ടൈറ്റാക്കി കൊടുത്താൽ മതി. ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലോ ശരിക്കും നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കുമ്പോൾ മനസ്സിലാവും. നമ്മൾ പുറത്തുനിന്ന് ഷവർമ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ടേസ്റ്റ് ഉണ്ടല്ലോ, ആ സെയിം ടേസ്റ്റാണ്. ആ തഹിനി പേസ്റ്റും അതുപോലെ തന്നെ മയോണൈസിൻ്റെ മിക്സും ഒക്കെ കൂടുമ്പോഴത്തേക്കും പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇനി പ്ലേറ്റ് ഷവർമയാണ് വേണ്ടതെങ്കിൽ ഇതുപോലെ തന്നെ നേരത്തെ ചെയ്തതുപോലെ തന്നെ മയോണൈസും സോസും ആദ്യം മിക്സ് ചെയ്തത് ബേസിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ക്യാബേജ് അരിഞ്ഞിട്ടുള്ളതും അതുപോലെ തന്നെ കുറച്ച് ക്യാരറ്റും കുക്കുംബറൊക്കെ വെച്ച് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് തക്കാളിയുടെ അളവ് അധികം ഉപയോഗിക്കാണ്ടിരിക്കുന്നത് നല്ലത്. ഒരു 2-3 ചെറിയ പീസ് മാത്രം നമ്മൾ വെച്ച് കൊടുത്താൽ മതി. അതുപോലെ തന്നെ കുറച്ച് സവാള അരിഞ്ഞിട്ടുള്ളത്, സവാള അരിഞ്ഞത് നമ്മൾ ഈ പ്ലേറ്റ് ഷവർമയിൽ കാണുമ്പോൾ കുറച്ചുകൂടി ഭംഗിയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ഉപയോഗിക്കുമ്പോൾ കാണുമ്പോഴാണെങ്കിൽ കഴിക്കുമ്പോഴൊക്കെ നല്ല ടേസ്റ്റ് തന്നെയാണ്. കുറച്ച് നമ്മുടെ ചിക്കൻ പീസസും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ആ ഫൈനലായിട്ട് നമ്മുടെ ഷവർമ സോസ് മിക്സും അതുപോലെ തന്നെ മയോണൈസും കൂടി എല്ലാം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എല്ലാ സൈഡിലും എത്തുന്ന രീതിയിൽ. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പ്ലേറ്റ് ഷവർമയാണെങ്കിൽ അതുപോലെ തന്നെ റോൾ ഷവർമയാണെങ്കിലും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അപ്പോൾ നമ്മൾ കുബൂസിൻ്റെ റെസിപ്പി ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ കാണാത്തവർ തീർച്ചയായിട്ടും കണ്ടു നോക്കുക. നമ്മൾ വളരെ സിമ്പിളായിട്ട് അറേബ്യൻ സ്റ്റൈൽ എങ്ങനെയാണ് കുബൂസ് റെസിപ്പി ചെയ്യുന്നതെന്നുള്ള കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുക്കാം കേട്ടോ. ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും നല്ലൊരു വെറൈറ്റി ഡിഷുമായി വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.